ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് റമദാൻ 17. ഇനിയുള്ള ഓരോ ദിനരാത്രങ്ങളും വിശ്വാസികൾക്ക് ഏറെ ശ്രേഷ്ഠമേറിയതും പവിത്രത നിറഞ്ഞതുമാണ്. ഈ ദിനരാത്രികളിലൂടെ പെയ്തിറങ്ങുന്ന അനുഗ്രഹ നിമിഷങ്ങളെ ധന്യമാക്കാനുള്ള ഒരുക്കത്തിലാണ് വിശ്വാസികൾ. കാരുണ്യത്തിന്റെയും റഹ്മത്തിന്റെയും സഹാനുഭൂതിയുടെയും ആദ്യത്തെ 10 വിശ്വാസികൾ ആർജിച്ച ആത്മീയോർജം കൈമുതലാക്കി പാപമോചനത്തിന്റെ 10 ബദർ സ്മൃതിയിലൂടെ ധന്യമാക്കുകയാണ് ഇന്ന് റമദാൻ 17 പ്രവാസ ലോകത്തെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പിന്നിട്ട ദിനരാത്രങ്ങൾ വിശിഷ്ടം, ഇനി വരാനുള്ളതോ അതിവിശിഷ്ടം. കാരണം അത്രമേൽ പുണ്യം പെയ്തിറങ്ങുന്ന രാപ്പകലുകളാണ് വിശ്വാസികളുടെ മുന്നിലേക്ക് എത്തുന്നത്. പുണ്യങ്ങൾ പൂത്ത് ഉലയുന്ന വിശുദ്ധ റമദാനിൻ്റെ ദിനരാത്രങ്ങളെല്ലാം നമ്മിൽ നിന്ന് പോയി മറയുകയാണ്. പാതി അതിൽ നിന്ന് പിന്നിടുകയാണ്. കാരുണ്യത്തിൻ്റെ 10 എന്ന് നാം വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു 10 നമ്മിൽ നിന്ന് എങ്ങനെയാണ് പോയത് എന്ന് നമുക്കറിയില്ല. ഇപ്പോഴുള്ളത് വിശ്വാസികളൊക്കെ പേരിട്ട് വിളിക്കുന്ന മഗ്ഫിറത്തിൻ്റെ 10 അല്ലെങ്കിൽ പാപമോചനത്തിൻ്റെ 10 എന്ന് പറയപ്പെടുന്ന ആ ഒരു ദിവസങ്ങളിലാണ്. ഒന്നിന് ലക്ഷക്കണക്കിന് പ്രതിഫലം ലഭിക്കുന്ന മക്ക ഹറമും ആയിരക്കണക്കിന് പ്രതിഫലം ലഭിക്കുന്ന മദീന ഹറമും വിശ്വാസികളാൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഉംറ തീർത്ഥാടകരും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള വിശ്വാസികൾ ഇനിയുള്ള ദിനരാത്രങ്ങളെ ധന്യമാക്കാൻ ഇരു ഹറമുകളിലും എത്തിക്കഴിഞ്ഞു. പള്ളികളും വീടുകളും ഇനി രാവ് പകലാകുന്ന വെളിച്ചമൊഴിയാത്ത ദിനരാത്രങ്ങളുടേതായിരിക്കും. ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളാൽ നാഥനോട് ഏറ്റുപറഞ്ഞ് പാപമോചനവും പരലോകമോക്ഷവും നരകമുക്തിയും സ്വർഗലബ്ധിയും നേടിയെടുക്കുകയാണ് വിശ്വാസികൾ. പ്രത്യേകം വിശ്വാസികളിൽ വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന ദിനങ്ങളാണ് ഇനി കടന്നു വരുന്നത്. 1000 മാസങ്ങൾ കൊണ്ട് അധ്വാനിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലത്തിന് തുല്യമായ ഒരു രാവ്, അത് പ്രതീക്ഷിച്ച് വിശ്വാസികളൊക്കെ ജാഗരൂകരായി ആരാധനാ രംഗത്ത് സജീവമാവുന്ന സമയമാണ് ഇനി കടന്നു വരാനുള്ളത്. പ്രവാസ ലോകത്തെ ജീവിത തിരക്കുകൾക്കിടയിലും തങ്ങളിലേക്ക് എത്തിയ ഈ പുണ്യ നിമിഷാർത്ഥങ്ങളെ ആരാധനകൾ കൊണ്ട് പവിത്ര ധന്യമാക്കുകയാണ് പ്രവാസി വിശ്വാസികൾ. സുബൈറുദ്ദീനൂർ, 24, ദമാം. UAE ഫെഡറൽ സർക്കാർ മേഖലയ്ക്ക് ചെറിയ പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. ശവ്വാൽ 1 മുതൽ 3 വരെ 3 ദിവസമാണ് അവധി. ശവ്വാൽ 4 ഔദ്യോഗിക പ്രവൃത്തി ദിവസം പുനരാരംഭിക്കും. എന്നാൽ ചില ജീവനക്കാർക്ക് 6 ദിവസം വരെ അവധി ലഭിക്കും. റമദാൻ 29 മാസപ്പിറവി കണ്ടാൽ ഞായറാഴ്ചയായിരിക്കും ചെറിയ പെരുന്നാൾ. ശനിയാഴ്ചത്തെ വാരാന്ത്യ അവധി കൂടി ചേർത്ത് 4 ദിവസം അവധിയായിരിക്കും. അതേസമയം റമദാൻ 30 ദിവസം പൂർത്തിയാക്കുകയാണെങ്കിൽ ശനിയും ഞായറും ചേർത്ത് 5 ദിവസമാണ് അവധി ലഭിക്കുക. ഷാർജയിൽ വെള്ളിയാഴ്ച പൊതു അവധിയായതിനാൽ സർക്കാർ ജീവനക്കാർക്ക് 6 ദിവസത്തെ അവധി ലഭിക്കും. റമദാൻ മാസത്തിൽ യാചന നടത്തുന്നവർക്കെതിരെ നടപടി ശക്തമാക്കി ദുബായ് പോലീസ്. റമദാനിലെ ആദ്യ 10 ദിവസങ്ങൾക്കിടെ 33 യാചകർ പിടിയിലായതായി പോലീസ് അറിയിച്ചു. റമദാൻ മാസത്തിൽ ഭിക്ഷാടനം നടത്തുന്നവരെ അകറ്റി നിർത്തണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. വിശുദ്ധ മാസത്തിൽ ഭിക്ഷാടനം നിയന്ത്രിക്കുന്നതിന് പോലീസ് ആരംഭിച്ച ക്യാമ്പയിന്റെ ഭാഗമായാണ് നടപടി. വിവിധയിടങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ റമദാനിലെ ആദ്യ 10 ദിവസങ്ങൾക്കിടെ 33 യാചകർ പിടിയിലായതായി പോലീസ് അറിയിച്ചു. യാചകരില്ലാത്ത അവബോധമുള്ള സമൂഹം എന്ന പേരിലാണ് പോലീസ് ക്യാമ്പയിൻ നടത്തുന്നത്. റമദാൻ ആദ്യ ദിവസം മുതൽ അധികൃതർ പരിശോധന ശക്തമാക്കിയിരുന്നു. ആദ്യ ദിനത്തിൽ 5 പുരുഷന്മാരും 4 സ്ത്രീകളുമടക്കം 9 യാചകർ പിടിയിലായിരുന്നു. റമദാൻ മാസത്തിൽ ഭിക്ഷാടനം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഭിക്ഷാടകർ സാധാരണ കേന്ദ്രീകരിക്കുന്ന സ്ഥലങ്ങളിൽ പോലീസ് പരിശോധനയും സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. സഹതാപത്തിന്റെ അടിസ്ഥാനത്തിൽ യാചകരെ പ്രോത്സാഹിപ്പിക്കരുതെന്നും അർഹരായവർക്ക് സഹായം നൽകാനുള്ള സർക്കാർ സംവിധാനങ്ങളിലൂടെ മാത്രം സഹായങ്ങൾ നൽകണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. UAE ഇത്തരത്തിൽ യാചന നടത്തുന്നവർക്ക് 5000 ദിർഹം പിഴയും 3 മാസം വരെ തടവുമാണ് ശിക്ഷ ലഭിക്കുക. 24, ദുബായ്. ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. റിയാദ് ബദഹയിൽ നടന്ന പരിപാടി കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. റിയാദിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ICFിൻ്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. മനുഷ്യരടക്കമുള്ള എല്ലാ ജീവജാലങ്ങളോടും സ്നേഹവും കരുതലും ഉണ്ടാകുമ്പോൾ മാത്രമേ വിശ്വാസം പൂർണ്ണമാവുകയുള്ളൂ എന്ന്
പരിപാടി ഉദ്ഘാടനം ചെയ്യവേ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് സദസ്സിനെ ഓർമ്മിപ്പിച്ചു. ജീവകാരുണ്യ മേഖലകളിൽ ICF ചെയ്യുന്ന സേവനങ്ങൾ മാതൃകാപരമാണെന്നും ഇത്തരം സേവന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം നൽകിവരുന്ന പിന്തുണ ഇനിയും തുടരണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഡോക്ടർ അബ്ദുൾ അസീസിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പയിൻ ലഘുലേഖ ഹുസൈൻ സക്കാഫിയിൽ നിന്നും ഡോക്ടർ തമ്പി ഏറ്റുവാങ്ങി. പരിപാടിയിൽ ഹുസൈൻ സക്കാഫിക്ക് സ്നേഹോപഹാരം സമർപ്പിച്ചു. ICF റിയാദ് റീജിയണൽ പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി സക്കാഫി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി ഇബ്രാഹിം കരീം സ്വാഗതവും മീഡിയ സെക്രട്ടറി അബ്ദുൽ ഖാദർ പള്ളിപ്പറമ്പ് നന്ദിയും പറഞ്ഞു. ഡോക്ടർ തമ്പി, BJ നസ്രുദ്ദീൻ, ഷുഹൈബ് പനങ്ങങ്ങര, രഘുനാഥ് പറശ്ശിനിക്കടവ്, സജീർ ഫൈസി എന്നിവർ പരിപാടിയിൽ ആശംസകൾ നേർന്നു സംസാരിച്ചു. ഷിഹാബ് കൊട്ടുകാട്, നജീബ് കൊച്ചുകല്ലുങ്ക്, ഷംനാഥ് കരുനാഗപ്പള്ളി, സുലൈമാൻ ഉരകം, ഷമീർ കുത്തുമ്മൽ, ഫൈസൽ കൊണ്ടോട്ടി, ഡോക്ടർ തസ്ലീം ആരിഫ്, ഡോക്ടർ ഷാക്കിർ അഹമ്മദ്, ഷമീർ ഹനീഫ്, ഉമർ പന്നിയൂർ, ലുക്മാൻ പാഴൂർ, അഷ്റഫ് അലി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. 24 റിയാദ്. പയ്യന്നൂർ സൗഹൃദവേദി റിയാദ് ചാപ്റ്റർ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. റിയാദ് എക്സിറ്റ് 18-ലെ ഇസ്തിറാഹിയിൽ നടന്ന പരിപാടിയിൽ പയ്യന്നൂർ നിവാസികളും ഫുട്ബോൾ ക്ലബ്ബ് മെമ്പർമാർക്കും റിയാദിലെ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും പങ്കെടുത്തു. സാംസ്കാരിക സമ്മേളനം ഫോർക്ക ചെയർമാൻ റഹ്മാൻ മുനമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സത്യൻ കാനാകീലിന്റെ അധ്യക്ഷത വഹിച്ചു. PSV ജനറൽ സെക്രട്ടറി മുസ്തഫ കവായി ആമുഖ പ്രസംഗം നടത്തി. ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് സയ്യിദ് അബ്ദുള്ള മുഖ്യപ്രഭാഷണം നടത്തി. PSV വൈസ് പ്രസിഡന്റ് ഗോപിനാഥൻ നന്ദി പറഞ്ഞു. ഉമർ മുക്കം, ജുനൈസ്, സുധീർ കുമ്മിൽ, അഷ്റഫ്, റഫീഖ് പന്നിയങ്കര എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. UAE-ലെ വിവിധയിടങ്ങളിൽ ഇഫ്താർ സംഗമങ്ങൾ ഒരുക്കി മമ്മൂട്ടി ഫാൻസ് UAE ചാപ്റ്റർ. അബുദാബി, അൽ ഐൻ, അജ്മാൻ, ദുബായ് എന്നീ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ വിവിധ ലേബർ ക്യാമ്പുകളിലാണ് ഇഫ്താർ സംഗമം നടത്തിയത്. 3500-ലധികം ഇഫ്താർ കിറ്റുകളാണ് 4 യൂണിറ്റുകളും ചേർന്ന് വിതരണം ചെയ്തതെന്ന് മമ്മൂട്ടി ഫാൻസ് UAE ട്രഷറർ ജഹാസ് അഷ്റഫ് അറിയിച്ചു. ദുബായ്, അജ്മാൻ യൂണിറ്റുകൾ ഷാർജയിലെ സജ്ജ ലേബർ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് മോഡൽ സർവീസ് സൊസൈറ്റിയുമായി സഹകരിച്ച് 2 ഘട്ടമായാണ് ഇഫ്താർ സംഘടിപ്പിച്ചത്. അബുദാബി യൂണിറ്റ് മുസ്ഫ, സനയ്യ ലേബർ ക്യാമ്പുകളിൽ കേന്ദ്രീകരിച്ചാണ് ഇഫ്താർ സംഘടിപ്പിച്ചത്. അല്ലൈൻ യൂണിറ്റ് അക്വിലിയ മേസ് ലേബർ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചാണ് ഇഫ്താർ സംഘടിപ്പിച്ചത്. മമ്മൂട്ടി ഫാൻസ് UAE പ്രസിഡന്റ് മൻസൂർ സാദിഖ്, സെക്രട്ടറി ജിൻഡോ ജോസഫ് മറ്റ് ഫാൻസ് അംഗങ്ങളുടെ സഹകരണത്തോടെ വിവിധ ക്യാമ്പുകളിൽ പങ്കെടുത്തു. ആറ്റുകാലമ്മയ്ക്ക് ഭക്തിപൂർവ്വം പൊങ്കാലയർപ്പിച്ച റിച്ച്മണ്ട് പ്രവാസി മലയാളികളും. കേരള ഹിന്ദുസ് ഓഫ് റിച്ച്മണ്ട് മെട്രോ ഏരിയയുടെ നേതൃത്വത്തിൽ ഹിന്ദു സെന്റർ ഓഫ് വിർജീനിയയിലാണ് പൊങ്കാല ആഘോഷിച്ചത്. അമ്മയുടെ ഇഷ്ടവിഭവമായ ശർക്കര പായസം, തെരളിയപ്പം, മണ്ടപ്പുറ്റ് എന്നിവ നിവേദ്യങ്ങളായി ഒരുക്കി കൃത്യസമയത്ത് തന്നെ നേദിച്ച് ഈ വർഷവും പൊങ്കാല മഹോത്സവം കെങ്കേമമാക്കി. 9 മണിക്ക് ആരംഭിച്ച പൂജ ഉച്ചയ്ക്ക് 11:30 സമാപിച്ചു. സരികാദേവി, ശ്രീജ മനോജ്, സ്വപ്ന മുരുകേശൻ, മല്ലിക മേനോൻ എന്നിവരുടെ നേതൃത്വത്തിൽ റിച്ച്മണ്ടിലെ എല്ലാ മലയാളി വിശ്വാസികളും പങ്കെടുത്തു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രഖ്യാപിച്ച ഫാദേഴ്സ് എൻഡോമെന്റ് പദ്ധതിക്ക് പിന്തുണയുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പദ്ധതിയിലേക്ക് 20 ദശലക്ഷം ദിർഹം നൽകി. പിതാക്കന്മാരെ ആദരിക്കുന്നതിനും അർഹരായവർക്ക് ചികിത്സയും ആരോഗ്യ സംരക്ഷണം നൽകുന്നതിനുമാണ് UAE വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം 1 ബില്യൺ ദിർഹം മൂല്യമുള്ള സുസ്ഥിര എൻഡോമെന്റ് ഫണ്ടായ ഫാദേഴ്സ് എൻഡോമെന്റ് പ്രഖ്യാപിച്ചത്. പദ്ധതിയിലേക്ക് 20 ദശലക്ഷം ദിർഹമാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി കൈമാറിയത്. അർഹരായവരുടെ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുക എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാകുന്നതിൽ വലിയ സന്തോഷമുണ്ടെന്നും വിശുദ്ധ മാസത്തിൽ പിതാക്കന്മാർക്ക് നൽകുന്ന ഏറ്റവും മികച്ച ആദരമാണിതെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞു. ഈ കാരുണ്യ പ്രവർത്തനത്തിൽ ഭാഗമാകുന്നത് ഏറെ അഭിമാനകരമാണെന്നും യൂസഫ് അലി കൂട്ടിച്ചേർത്തു. 24 ദുബായ്. സൗദിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ വീണ്ടും ലുലു ഓൺ സെയിൽ ക്യാമ്പയിൻ. മാർച്ച് 19 മുതൽ 22 വരെയുള്ള ക്യാമ്പയിനിൽ എല്ലാ വിഭാഗങ്ങളിലും 50% വരെ വിലക്കിഴിവ് ലഭിക്കും. ഈദ് ആഘോഷങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾക്കും ദൈനംദിന ഉപയോഗ വസ്തുക്കൾക്കുമെല്ലാം കിഴിവ് ലഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. റീറ്റെയിൽ മേഖലയിലെ പ്രധാനപ്പെട്ട ഷോപ്പിംഗ് ഫെസ്റ്റിവലുകളിൽ ഒന്നായ ലുലു ഓൺ സെയിൽ ക്യാമ്പയിൻ തുടർച്ചയായ 2ാം വർഷമാണ് സൗദിയിൽ വരുന്നത്. നാനാ തുറകളിൽ നിന്നുള്ള ഉപഭോക്താക്കളിൽ നിന്ന് വ്യാപകമായ പങ്കാളിത്തമാണ് ക്യാമ്പയിനിൽ ലഭിക്കുന്നത്. ടാബി, തമാറ, അഖ്വാര തുടങ്ങിയവയുമായി ചേർന്ന് തവണകളായി പണം അടയ്ക്കാനുള്ള സൗകര്യവും ലുലുവിൽ ലഭ്യമാണ്.
മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ഹൈക്കോടതി റദ്ദാക്കി. വഖഫ് ട്രൈബ്യൂണലിന് മുന്നിലുള്ള വിഷയത്തിൽ അന്വേഷണം നടത്താനാവില്ലെന്ന് വ്യക്തമാക്കിയാണ് ഹൈക്കോടതി നടപടി. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് നിർണായക ഉത്തരവ്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ നിയമനം അസാധുവാക്കിയ കോടതി കമ്മീഷന് നിയമസാധുതയില്ലെന്നും വ്യക്തമാക്കി. ഭൂമി വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. എന്നാൽ മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ സർക്കാരിന് സാധിക്കില്ല. മുനമ്പത്തേത് വഖഫ് വസ്തുവകയെന്ന് വഖഫ് ബോർഡ് കണ്ടെത്തിയിട്ടുണ്ട്. വഖഫ് ട്രിബ്യൂണലിന് മുന്നിലുള്ള വിഷയത്തിൽ അന്വേഷണം നടത്താനാവില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാനുള്ള സർക്കാർ തീരുമാനം നീതിയുക്തമല്ലെന്നും കമ്മീഷൻ നിയമനത്തിൽ സർക്കാർ യാന്ത്രികമായി തീരുമാനമെടുത്തുവെന്നും കോടതി കുറ്റപ്പെടുത്തി. മനസ്സിരുത്തിയല്ല സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത്. നിയമനത്തിൽ കൃത്യമായ വിശദീകരണം നൽകാൻ സർക്കാരിനായില്ല. വഖഫ് ഭൂമിയെന്ന് കണ്ടെത്തിയ വസ്തുവിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്താനാവില്ലെന്നും വഖഫ് ബോർഡ് തീരുമാനമോ വഖഫ് നിയമമോ സർക്കാർ പരിഗണിച്ചില്ലെന്നും ഹൈക്കോടതി കൂട്ടിച്ചേർത്തു. ഇതിനിടെ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയതിനെതിരെ സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ഹർജി വന്നതോടെ മുനമ്പം കമ്മീഷന്റെ പ്രവർത്തനം നിലവിൽ നിർത്തിവച്ചിരിക്കുകയാണ്. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെ റദ്ദാക്കി ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകാനാണ് സർക്കാർ തീരുമാനം. സർക്കാരിന്റെ കള്ളക്കളി പുറത്തു വന്നുവെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. 156 ദിവസം പിന്നിട്ട റിലേ നിരാഹാര സമരം കൂടുതൽ ശക്തമാക്കാനാണ് മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ തീരുമാനം. ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാനുള്ള അവകാശം സർക്കാരിനുണ്ടെന്ന് കോടതി പറയുമ്പോഴും വിധി പരിശോധിച്ച് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്ന് നിയമമന്ത്രി P. രാജീവ്. താമസിക്കുന്നവർക്ക് നിയമപരമായ സംരക്ഷണം ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി. ഇപ്പോൾ ഗവൺമെന്റ് കണ്ടിരുന്നത് അവിടെ താമസിക്കുന്ന ആളുകൾക്കുള്ള നിയമപരമായിട്ടുള്ള സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ വിധി അത് വിശദമായി നോക്കി ഗവൺമെന്റ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കും എന്നാണ് ഇപ്പോൾ അറിയിക്കാനുള്ളത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചാണ് സഹകരിക്കാൻ തീരുമാനിച്ചതെന്നും സമരം ശക്തമാക്കുമെന്നും മുനമ്പം ഭൂസംരക്ഷണ സമിതി. ഞങ്ങളുടെ ജീവൻ ഇവിടെ പണയം വെക്കേണ്ടി വന്നാലും രക്തച്ചൊരിച്ചിൽ ഇവിടെ ഉണ്ടാകേണ്ടി വന്നാലും ഞങ്ങൾ പോരാടും. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണ്ടേ. ഞങ്ങളുടെ സ്ഥലം ഈ മണ്ണ് വിട്ട് ഞങ്ങൾ പോകൂല. സർക്കാരിന്റെ കള്ളക്കളി പുറത്തുവന്നെന്ന പ്രതിപക്ഷ വിമർശനം. എല്ലാത്തിനും പരിഹാരമായിട്ടുള്ള ഒരു നടപടി ഗവൺമെന്റ് സ്വീകരിക്കണം. ഗവൺമെന്റ് കാണിച്ച കള്ളക്കളിയാണ് ഇപ്പോൾ കോടതി വിധിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. എല്ലാവരും ഈ വിഷയത്തിൽ ഒരു മധ്യസ്ഥതക്ക് സർക്കാരിന് വിട്ടുകൊടുത്തിരിക്കെ അത് അവധാനപൂർവം സർക്കാർ ചെയ്യേണ്ടതായിരുന്നു. അതിന് അടിയന്തര നടപടി എടുക്കേണ്ടതും അതുകൊണ്ട് തന്നെ സർക്കാരാണ്. പിണറായിയുടെ മുഖത്തേറ്റ പ്രഹരമെന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ പ്രതികരണം. ഇനി എന്തു വേണമെന്ന് കോടതി തന്നെ തീരുമാനിക്കട്ടെ എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. 610 കുടുംബങ്ങളാണ് മുനമ്പത്ത് കുടിയിറക്കൽ ഭീഷണി നേരിടുന്നത്. മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണ് ഭരണ പ്രതിപക്ഷ കക്ഷികളെന്ന് ആവർത്തിക്കുമ്പോഴും പ്രശ്നപരിഹാരം ഇനിയും അകലെയാണ്. ന്യൂസ് ഡെസ്ക് 24. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായുള്ള കേരള ഹൗസിലെ കൂടിക്കാഴ്ചയ്ക്ക് ഗവർണർ പാലമായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ധനമന്ത്രിയുമായുള്ള ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗിലേക്ക് ഗവർണറെ താനാണ് ക്ഷണിച്ചതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കൂടിക്കാഴ്ചയിൽ എന്താണ് ചർച്ച ചെയ്തതെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയണമെന്ന രമേശ് ചെന്നിത്തലയുടെ ചോദ്യത്തിനായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ഈ മാസം 10 ഡൽഹിയിലെ കേരള ഹൌസിലായിരുന്നു ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായുള്ള മുഖ്യമന്ത്രിയുടെ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ്. ഗവർണർ രാജേന്ദ്ര ആർലേക്കറും മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ കൂടി ചുമതലയുള്ള ധനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയെ അനൌദ്യോഗികമെന്ന് പറയാനാകില്ല. എന്താണ് ചർച്ച ചെയ്തതെന്ന് കേരളത്തിലെ ജനങ്ങളോട് തുറന്നു പറയണം എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ആവശ്യം. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, നിങ്ങൾ പറയണം, എന്താണ് നിങ്ങൾ കേന്ദ്ര ധനകാര്യമന്ത്രിയുമായിട്ട് എന്ത് ചർച്ച ചെയ്തു? അതിനകത്ത് കേരളത്തിന്റെ ഗവർണർ ഒരു പാലമായി പ്രവർത്തിക്കുന്നുവെന്ന് ഞങ്ങൾ പറഞ്ഞാൽ അതിനെ തെറ്റ് പറയാൻ കഴിയുമോ? ഗവർണറുടെ വിരുന്നിൽ പങ്കെടുക്കാനിടയായ സാഹചര്യം വിശദീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. പാർട്ടി യോഗത്തിന് ഡൽഹിക്ക് തിരിച്ച താനും ഗവർണറും ഒരേ വിമാനത്തിലാണ് പോയത്. MP-മാർക്ക് ഗവർണർ ഒരുക്കിയ വിരുന്നിൽ തന്നെയും ക്ഷണിച്ചു. അപ്പോൾ ധനമന്ത്രിയുടെ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗിലേക്ക് ഗവർണറെ താനും ക്ഷണിച്ചു എന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വരുന്നുണ്ട്, നിങ്ങൾക്കും വരാൻ പറ്റുമെങ്കിൽ സൗകര്യമായിരുന്നു എന്ന് പറഞ്ഞു. വരാമെന്ന് പറഞ്ഞു. അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അപ്പം അദ്ദേഹം ഇട്ട പാലത്തിലൂടെ ഞാൻ അങ്ങോട്ട് പോയതല്ല. ഇങ്ങനെ നടന്നപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചു, അദ്ദേഹം വന്നു.
BJP സർക്കാരിനോടുള്ള നിലപാടിൽ വെള്ളം ചേർത്തെന്ന രമേശ് ചെന്നിത്തലയുടെ വിമർശനത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകി. ഓരോ സാഹചര്യത്തെയും അപഗ്രഥിച്ചാണ് CPIM വിലയിരുത്തൽ നടത്തുന്നത്. രാഷ്ട്രീയ നെറികേട് കാണിക്കുന്നവരല്ല CPIM. ഛിദ്രശക്തികൾ തലപൊക്കാത്തതും വർഗീയ ശക്തികൾ കൽപ്പിക്കാൻ ധൈര്യപ്പെടാത്തതുമായ ഭരണത്തിന് ആത്മധൈര്യം വേണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആരോപണത്തിന്റെ കരിമ്പുക ഉയർത്തി പ്രതിപക്ഷം സർക്കാരിനെ അവഹേളിക്കുകയാണെന്നും ഇനിയെങ്കിലും തെറ്റ് തിരുത്തി മാപ്പ് പറയാൻ അവർ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. 24 തിരുവനന്തപുരം. വ്യാഴാഴ്ച മുതൽ നിരാഹാര സമരവുമായി സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം ഘടിപ്പിക്കാൻ ആശാ വർക്കേഴ്സ്. ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചായിരുന്നു ആശാ വർക്കേഴ്സിന്റെ സമരം. പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ സമരവേദിയിലെത്തി. അതിനിടെ കനത്ത ചൂടിൽ സമരം ചെയ്ത 8 ആശമാർ തളർന്നു വീണു. ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത സർക്കാരിന് മുന്നിൽ സമരശൈലി മാറ്റി ആശാ വർക്കേഴ്സ്. സെക്രട്ടേറിയറ്റ് പടിക്കൽ വ്യാഴാഴ്ച മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും. മാർച്ച് 20-ാം തീയതി മുതൽ ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റ് നടയിൽ ഈ പകൽ സമര കേന്ദ്രത്തിൽ തന്നെ നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ്. അനിശ്ചിതകാല നിരാഹാരം 20-ാം തീയതി രാവിലെ 11 മണിക്ക് ഞങ്ങൾ ആരംഭിച്ചിരിക്കും. ഈ നിരാഹാര സമരം ഈ കേരളത്തിലെ സ്ത്രീ തൊഴിലാളി സമരങ്ങളിൽ നിർണായകമായ സമരമായി മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഞങ്ങൾക്കില്ല. സമരത്തിന്റെ 36-ാം ദിവസം സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചാണ് സമരം ശക്തമാക്കിയത്. NHM ഏർപ്പെടുത്തിയ പരിശീലന ക്ലാസ് ബഹിഷ്കരിച്ചാണ് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് പടിക്കലെ സമരപ്പന്തലിലേക്ക് എത്തിയത്. ആശാ വർക്കേഴ്സിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല, BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ തുടങ്ങിയവർ സമരപ്പന്തലിലെത്തി. വൈകിട്ട് 5 മണിക്കാണ് ഉപരോധം അവസാനിപ്പിച്ചത്. കനത്ത ചൂടിൽ 8 ആശാ വർക്കേഴ്സ് സമരവേദിയിൽ തളർന്നു വീണു. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. വൈകിട്ടത്തെ വേനൽമഴയിലും സമരചൂടിന് കുറവില്ലായിരുന്നു. ഇതിനിടെ ഓണറേറിയത്തിന് മാനദണ്ഡങ്ങൾ ഒഴിവാക്കാനുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയെങ്കിലും മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് ആശാ വർക്കേഴ്സ്. 24 തിരുവനന്തപുരം. അക്രമത്തിനും ലഹരിക്കുമെതിരെ ജനകീയ പ്രതിരോധം. SKN 40. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ കാണാക്കാഴ്ചകൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച SKN 40 പര്യടനം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ മാത്രം പ്രത്യേകതയായ ഓട്ടോമേറ്റഡ് ക്രെയിൻ സിസ്റ്റത്തിന്റെ പ്രവർത്തന സംവിധാനങ്ങൾ ഉൾപ്പെടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചു. പാരിസ്ഥിതിക അനുമതി ലഭിച്ച സാഹചര്യത്തിൽ 2ാം ഘട്ട ശേഷി വർദ്ധിപ്പിക്കൽ ഉടൻ ആരംഭിക്കുമെന്ന് വിഴിഞ്ഞം തുറമുഖ MD ദിവ്യ S. അയ്യർ 24-നോട് പറഞ്ഞു. കേരളത്തിന്റെ വരുംകാല വികസന സ്വപ്നമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ 24 സംഘത്തെ വിഴിഞ്ഞം പോർട്ട് മാനേജ്മെന്റ് സ്വീകരിച്ചു. SKN 40 എന്ന് പറയുമ്പോൾ 40 വയസ്സായ SKN എന്നായിരിക്കും ആളുകൾ വിചാരിക്കുകയാണ്. 40 വർഷമായി മാധ്യമ പ്രവർത്തനം എന്നുള്ളതല്ലായിരിക്കും ആളുകൾ ചിന്തിക്കുക. ഇതിന്റെ പിന്നിലുള്ള ഒരു അധോലോകം എന്ന് പറയുന്ന ഒരു റാക്കറ്റ് ഉള്ളത് നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും അതിനെ ഉടച്ചേ സാധിക്കൂ. അപ്പൊ കുട്ടികളെ ആ രീതിയിൽ നയിക്കുക എന്നുള്ളതും അതിൽ പ്രധാനമാണ്. അപ്പോൾ നമ്മളിത് കുട്ടികളുടെ മാത്രം ഒരു പ്രശ്നമായിട്ട് ഒതുക്കി കാണാനും പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നാലെ തുറമുഖത്തിന്റെ നിർണായക പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്തേക്ക് ബെർത്ത് ചെയ്യുന്ന കപ്പലുകൾ നിയന്ത്രിക്കുന്ന വെസൽ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം. മദ്രാസ് IIT-യുമായി ചേർന്ന് സോഫ്റ്റ്വെയർ വികസിപ്പിച്ചുപയോഗിക്കുന്ന ഏക തുറമുഖം എന്ന പ്രത്യേകത. നമുക്കിപ്പോൾ ഈ ഒരു ഇത്രയും വലിയൊരു വീഡിയോ വാള് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നാണ് ഏത് കപ്പലാണ് ഏത് സമയത്താണ് നമ്മുടെ കരക്ക് അടുക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു 3D മോഡലിംഗ് ആണ് അതിൽ ഇപ്പോൾ നിങ്ങൾ അവിടെ കാണുന്നത്. സാറ്റലൈറ്റ് ട്രാൻസ്മിഷനാണ്. അപ്പോൾ ഈ വെഹിക്കുലർ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യാനാണ് നമ്മുടെ ഇവിടുത്തെ കൺട്രോളേഴ്സ് എല്ലാവരും ഉള്ളത്. ഇതൊരു ഇന്റലിജന്റ് സൊല്യൂഷൻ സിസ്റ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകളും. ഡോക്കിൽ കണ്ടെയ്നറുകളുടെ നീക്കങ്ങൾ തീരുമാനിക്കുന്ന കണ്ടെയ്നർ പ്ലാനിംഗ് സെന്ററും ആദ്യമായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക്. ഓട്ടോമേറ്റഡ് ക്രെയിൻ കൺട്രോളിംഗ് ഉള്ള സൗത്ത് ഏഷ്യയിലെ ആദ്യത്തെ പോർട്ടാണ് വിഴിഞ്ഞം തുറമുഖം. ക്രെയിനുകളുടെ റിമോട്ട് ഓപ്പറേഷൻ സെന്ററിന്റെ പ്രവർത്തനവും
വിഴിഞ്ഞം MD വിവരിച്ചു. ഇവര് ഇവിടെ നിന്ന് ഇത് നമ്മുടെ ക്രെയിനുകൾ എങ്ങനെയാണ് ഒരു കണ്ടെയ്നറിനെ എടുക്കുന്നത്, അത് മേളിലേക്ക് എത്ര ദൂരം കൊണ്ടുപോകും, കംപ്ലീറ്റ് കമ്പ്യൂട്ടറൈസ്ഡ് ആണോ ഇത് എടുക്കുന്നതും വെക്കുന്നതും? കംപ്ലീറ്റ് ഓട്ടോമേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ആ ക്രെയിനിന്റെ മുകളിൽ ഒരു ക്രെയിൻ ഓപ്പറേറ്റർ ഇല്ല നമ്മൾ പറയുന്നത്. SKN40 പര്യടന സംഘത്തിന് വിഴിഞ്ഞം മാനേജ്മെന്റ് ഉപഹാരവും സമ്മാനിച്ചു. Best wishes for your journey. Yeah, thank you. And we are glad to host you here. Yeah, thank you. Thank you very much. 24 തിരുവനന്തപുരം. ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട് KT ജലീൽ MLA നടത്തിയ പ്രസംഗത്തിൽ വിമർശനവുമായി മുസ്ലിം സംഘടനകൾ. മദ്രസയിൽ പോയി മതപഠനം നടത്തിയവരാണ് ലഹരിക്കടത്ത് കേസുകളിൽ പിടിയിലാകുന്നവരിൽ അധികവുമെന്ന പ്രസംഗമാണ് വിമർശിക്കപ്പെടുന്നത്. ലഹരിയെ മതത്തോട് ചേർത്ത് പറയേണ്ടതില്ലെന്ന് സമസ്ത നേതാവ് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ 24 പറഞ്ഞു. പ്രസംഗത്തിൽ ഉറച്ചു നിൽക്കുകയാണ് KT ജലീൽ. ഇപ്പോൾ MDMA കൈവശം വെച്ചതിന്, കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രസകളിൽ പോയിട്ടുണ്ട്. വിസ്ഡം മലപ്പുറത്ത് സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിലാണ് KT ജലീലിന്റെ ഈ പ്രസംഗം. മതപഠനമോ മതവിദ്യാഭ്യാസമോ കിട്ടാത്ത മറ്റു സമുദായങ്ങളിലെ ചെറുപ്പക്കാർക്കുള്ള ധാർമ്മിക ബോധം പോലും മുസ്ലിം സമുദായത്തിലെ ആളുകൾക്ക് ഉണ്ടാകുന്നില്ലെന്ന് KT ജലീൽ പറയുന്നു. കോളേജുകളിലും സ്കൂളുകളിലും അച്ചടക്കത്തിന്റെയും അധ്യാപകരെ ബഹുമാനിക്കുന്നതിലുമൊക്കെ മുസ്ലിം വിഭാഗത്തിലെ കുട്ടികളെക്കാൾ ഇതര മതസ്ഥരായ കുട്ടികളാണ് മുന്നിലെന്നും ജലീൽ. പ്രസംഗത്തിനെതിരെ ഇതേ പരിപാടിയിൽ തന്നെ കോൺഗ്രസ് നേതാവ് KP നൗഷാദ് അലി രംഗത്ത് വന്നു. എല്ലാ സൽപ്രവൃത്തികളിലും എല്ലാ ദുഷ്പ്രവൃത്തികളിലും ആനുപാതികമായൊരു പ്രാതിനിധ്യം മുസ്ലിങ്ങൾക്ക് ഉണ്ടാകേണ്ടതാണ്. അല്ലാതെ നമ്മുടെ ഒരു സദാചാര വിദ്യാഭ്യാസത്തിൻ്റെയും അല്ലാതെ മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ അപാകതയാണ് എന്നൊരു ചിന്തയിൽ അർത്ഥമില്ല. കുറ്റകൃത്യങ്ങളെ മതവൽക്കരിക്കുന്നത് ശരിയല്ല. എല്ലാ മതങ്ങളിൽപ്പെട്ടവരും കുറ്റകൃത്യങ്ങളിൽ പെടുന്നുണ്ടെന്നും സമസ്ത നേതാവ് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ. ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ അത് മതവൽക്കരിക്കേണ്ട ഒരു വിഷയമല്ല, മറിച്ച് എല്ലാ വിഭാഗം ആളുകളും ലഹരിക്ക് അടിമകളായ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അത് മദ്രസയിൽ പഠിച്ചവരും പഠിക്കാത്തവരും അതുപോലെ തന്നെ അന്യമതസ്ഥരും ഒക്കെ ഉണ്ടാവും. പ്രസംഗത്തിൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നതായും ഓരോരുത്തരും അവനവനിലേക്കും കുടുംബത്തിലേക്കും സമുദായത്തിലേക്കും നോക്കണമെന്നും തെറ്റുകൾ തിരുത്തണമെന്നും KT ജലീൽ ഫേസ്ബുക്കിൽ പ്രതികരിച്ചു. 24 മലപ്പുറം. പിട്ടാപ്പിളിൽ ഏജൻസീസ് നടത്തിയ വിന്റർ സമ്മാന പദ്ധതിയുടെ വിജയിയായ തോമസ് വർഗീസ് ടാറ്റ ടിയാഗോ ഇലക്ട്രിക് കാർ കൈമാറി. പിട്ടാപ്പിളിൽ കാഞ്ഞങ്ങാട് ഷോറൂമിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത താക്കോൽ കൈമാറി. മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പിളിൽ, CEO കിരൺ വർഗീസ്, ഡയറക്ടർ അജോ തോമസ് ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. പിട്ടാപ്പിളിൽ ഏജൻസീസ് ഉപഭോക്താക്കൾക്ക് ബൈ ആൻഡ് ഫ്ലൈ സമ്മർ സ്കീമും ചടങ്ങിൽ അവതരിപ്പിച്ചു. ഈ പദ്ധതിയുടെ ഭാഗമായി വിജയികൾക്ക് യൂറോപ്പ് ടൂർ പാക്കേജ് സമ്മാനമായി ലഭിക്കും. എന്നും വളരെ സുതാര്യമായി സത്യസന്ധമായി കസ്റ്റമേഴ്സിന് സമ്മാനങ്ങളും ഉൽപ്പന്നങ്ങളും വിതരണം ചെയ്ത പിട്ടാപ്പിളി ഏജൻസിന് ഇതൊരു അഭിമാന മുഹൂർത്തമാണ്. ഞങ്ങളുടെ കേരളത്തിൻ്റെ വടക്കേറ്റത്തുള്ള ഈ ഷോറൂമിൽ തുടങ്ങിയിട്ട് ഏതാണ്ട് 6-7 മാസം ആകുന്നതിന് മുമ്പ് തന്നെ ഒരു ബമ്പർ പ്രൈസ് അടിക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ ഓണത്തിൻ്റെ സമ്മാന പദ്ധതിയിൽ 162 പേർക്ക് ഈ ഷോറൂം വാങ്ങിയ കസ്റ്റമേഴ്സിന് സമ്മാനങ്ങൾ ലഭിക്കുകയുണ്ടായി. വിൻ്ററിലെ ബമ്പർ പ്രൈസ് ഇവിടെ വന്ന ഈ കസ്റ്റമർ തോമസ് വർഗീസിന് ലഭിച്ചു. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.